SFIക്കെതിരെ വിമർശനവുമായി ജി സുധാകരന്റെ കവിത. യുവതിയിലെ കുന്തവും കുടച്ചക്രവും എന്ന പേരിലാണ് കലാകൗമുദിയിലെ കവിത. വിപ്ലവ കലാസ്ഥാപനം കുറ്റക്കാരാൽ നിറയാൻ തുടങ്ങുന്നു എന്ന് സുധാകരൻ. SFIയുടെ മുദ്രാവാക്യത്തെപ്പറ്റി കവിതയിൽ പരാമർശം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിങ്ങനെ നേരായി വായിക്കാൻ ക്ഷമയില്ലാത്തവർ എന്ന വിമർശനം. കാലക്കേടിന്റെ ദുർഭൂതങ്ങളെന്നും പരിഹാസം. കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, ഗുരുതരമായൊരു വിമർശനമാണ് ഇപ്പോൾ ജി സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരുപക്ഷെ ഇനിയുള്ള വരും ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ചർച്ചകൾക്ക് അല്ലെങ്കിൽ കൂടുതൽ ചർച്ചകൾക്ക് ഇത് വഴിവെക്കില്ലേ? കൃഷ്ണ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. SFIയെ പേരെടുത്ത് പറയാതെയാണ് SFIയെ നേരിട്ട് പറയാതെ പ്രതീകങ്ങളിലൂടെയാണ് മുൻമന്ത്രി ജി സുധാകരൻ പരിഹാസവും വിമർശനവും ഒക്കെ ഉന്നയിച്ചിട്ടുള്ളത്. ഞാൻ നടന്നു പാസിച്ച വിപ്ലവ കലാസ്ഥാപനം കുറ്റക്കാരാൽ നിറഞ്ഞു തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജി സുധാകരന്റെ കവിത തുടങ്ങുന്നത്. SFIയുടെ മുദ്രാവാക്യത്തെ പറ്റി കവിതയിൽ പരാമർശമുണ്ട്. മാത്രമല്ല, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിങ്ങനെ നേരായി വായിക്കാൻ ക്ഷമയില്ലാത്തവരാണ് SFIയിലുള്ളവർ എന്നാണ് വിമർശനം. കൂടാതെ കാലക്കേടിന്റെ ദുർഭൂതങ്ങളെന്നും കള്ളത്തരം കാണിക്കുന്നവരെന്നും ആസുര വീരന്മാർ എന്നും ഒക്കെ ജി സുധാകരൻ നേരിട്ട് പറയാതെ SFIയെ വിമർശിക്കുന്നുണ്ട്. തന്റെ സഹോദരന്റെ രക്തസാക്ഷിത്വത്തെ കുറിച്ചും ജി സുധാകരൻ പറയുന്നു, കവിതയിൽ പറയുന്നു. കല്ലെറിയുന്നവർക്ക് രക്തസാക്ഷി കുടുംബത്തിന്റെ വേദന അറിയില്ല എന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തായാലും തീർച്ചയായും ജി സുധാകരൻ താൻ അനുഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ SFIക്കെതിരെ രൂക്ഷ വിമർശനവുമായി കവിത പ്രസിദ്ധീകരിക്കാൻ തന്നെ കാര്യം. എന്തായാലും ഈ കവിതയിൽ കവിതയുടെ തുടക്കം മുതൽ അവസാനം വരെ SFIയെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ജി സുധാകരന്റെ കവിത പോകുന്നത്. മാത്രമല്ല, ഭരണഘടനയെ വിമർശിച്ചുകൊണ്ട് പഴിച്ചെറിയാൻ പറഞ്ഞ കുന്തവും കുടച്ചക്രവും ആ പേരിലാണ് ജി സുധാകരന്റെ കവിത കലാകൗമുദിയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. യുവതയിലെ കുന്തവും കുടച്ചക്രവും എന്ന് പറയുന്നതാണ് ഈ കവിത. SFI സമ്മേളനം കഴിഞ്ഞപ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള ചില നേതാക്കന്മാർ സുധാകരനെ വിമർശിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വന്നു. അതൊക്കെ ഒരു വലിയ വിവാദമായിരുന്നു. എന്തായാലും ആ ഒരു രീതിയിൽ ജി സുധാകരനുമായിട്ട് പാർട്ടിയിലെ ആളുകൾക്ക് പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസമുണ്ട്. ജി സുധാകരൻ അത് തുറന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പങ്കെടുക്കുന്ന ചടങ്ങിലൊക്കെ തന്നെ CPMനെതിരെ വലിയ ഒരു രൂക്ഷ വിമർശനമൊക്കെ ഉന്നയിക്കുന്ന ആളാണ് ജി സുധാകരൻ, നമുക്കറിയാം. എന്തായാലും ആ രീതിയിൽ തന്നെ അദ്ദേഹം SFIയെ പ്രതീകാത്മകമായി പേര് എടുത്തു പറയാതെ, SFI എന്ന് നേരിട്ട് പറയാതെ പ്രതീകാത്മകമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ജി സുധാകരന്റെ പുതിയ കവിത വന്നിരിക്കുന്നത്. ശരി, നിഷ ദിലീപാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.